ഉമ്മൻചാണ്ടിയുടെ വികസന പ്രവർത്തനങ്ങൾ സ്വന്തമാക്കി മാറ്റാൻ മന്ത്രി മുഹമ്മദ് റിയാസ് ശ്രമിക്കുന്നുവെന്ന് ആരോപണം. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ സ്ഥാപിച്ച ശിലാഫലകം മാറ്റി പകരം മന്ത്രി റിയാസിന്റെ പേര് പതിച്ച ഫലകം സ്ഥാപിച്ചത് വിവാദമാകുന്നു. ഉമ്മൻചാണ്ടിയുടെ ഫലകം പുനഃസ്ഥാപിച്ച് കോൺഗ്രസ് നേതൃത്വം. അനാദരവ് ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷിക വേളയിൽ. രാഷ്ട്രീയ ആയുധമാക്കാൻ ഉറച്ച് UDF നേതൃത്വം. വന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കരുതെന്നൊരു ചൊല്ലുണ്ട്. എന്നാൽ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കാൻ മത്സരിക്കുന്ന ഉദ്യോഗസ്ഥ പ്രമാണികൾക്ക് അതൊന്നും ഒരു വിഷയമേയല്ല. ഉന്നതരുടെ പ്രീതി പിടിച്ചു പറ്റുന്നതിനായി എന്ത് നെറികെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നതിലും അവർക്ക് ഒരു മടിയുമില്ല. ഈ വിധം മനോഭാവം പുലർത്തുന്ന ഉദ്യോഗസ്ഥന്മാരെയും അവരുടെ പ്രവർത്തനങ്ങളെയും തുറന്നു കാട്ടുന്ന ചില കാഴ്ചകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ശിലാഫലകം എടുത്തുമാറ്റി പകരം മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പേര് പതിച്ച ഫലകം സ്ഥാപിച്ചിരിക്കുകയാണ്. 2015 മെയ് 15 ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്ത പയ്യാമ്പലത്തെ കുട്ടികളുടെ പാർക്കിന്റെയും കടലോര നടപ്പാതയുടെയും ശിലാഫലകമാണ് ഉദ്യോഗസ്ഥർ പിഴുതുമാറ്റിയത്. പാർക്കിന്റെയും നടപ്പാതയുടെയും നവീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം 2022 മാർച്ച് 6 മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തിരുന്നു. അതിന്റെ ഫലകം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് കേട്ടുകേൾവിയില്ലാത്ത വിധത്തിൽ ആദ്യത്തെ ശിലാഫലകം പൊളിച്ചു മാറ്റിയതും പുതിയത് സ്ഥാപിച്ചതും. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷിക വേളയിലാണ് ഈ വിധം അനാദരവ് അരങ്ങേറിയത്. ഇതിനെ അത്യന്തം വൈകാരികമായാണ് കോൺഗ്രസ് നേതൃത്വം വീക്ഷിക്കുന്നത്. DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ഇത് സംബന്ധിച്ച് നടത്തിയ പ്രതികരണം അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഉമ്മൻചാണ്ടിയുടെ പേരുള്ള ഫലകം പൊളിച്ചു മാറ്റി കുപ്പത്തൊട്ടിയിൽ തള്ളി അതിന്മേൽ ചൂലെടുത്തു വച്ച നിലയിലാണ് കണ്ടതെന്നും മുൻ മുഖ്യമന്ത്രിയോടുള്ള ഏറ്റവും വലിയ അനാദരവാണിതെന്നുമാണ് മാർട്ടിൻ ജോർജിന്റെ പ്രതികരണം. കോൺഗ്രസ് പ്രവർത്തകർ ഈ ഫലകം വൃത്തിയാക്കി പാർക്കിന്റെ കവാടത്തിനരികെ വീണ്ടും സ്ഥാപിച്ചിരിക്കുകയാണ്. ആരെങ്കിലും ഇതെടുത്തു മാറ്റാൻ ശ്രമിച്ചാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും മാർട്ടിൻ ജോർജ് അറിയിച്ചിട്ടുണ്ട്. ഇതു സംബന്ധിച്ച് ടൂറിസം സെക്രട്ടറി K. ബിജുവിന് മാർട്ടിൻ ജോർജ് പരാതി നൽകിയിട്ടുമുണ്ട്. മുഖ്യമന്ത്രിയായിരിക്കെ ഒട്ടേറെ വികസന പദ്ധതികളാണ് കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടി ഉമ്മൻചാണ്ടി ആവിഷ്കരിച്ചിരുന്നത്. എന്നാൽ അദ്ദേഹത്തിനെതിരെ ഏറ്റവും അധികം അതിക്രമങ്ങൾ അരങ്ങേറിയ ജില്ല കൂടിയാണ് കണ്ണൂർ. 2013 ഒക്ടോബർ 27 കേരള പോലീസ് അത്ലറ്റിക് മീറ്റിന്റെ സമാപന സമ്മേളനത്തിനെത്തിയ അദ്ദേഹത്തിന് നേരെ കല്ലേറുണ്ടായത് ഏറെ വിവാദമായിരുന്നു. ഉമ്മൻചാണ്ടിക്കെതിരെ കണ്ണൂരിൽ നിലനിന്നിരുന്ന രാഷ്ട്രീയ പക തന്നെയായിരുന്നു ഇതിന്റെ അടിസ്ഥാന കാരണവും. എന്നാൽ അതൊന്നും കൂസാതെ ഒട്ടേറെ വികസന പദ്ധതികളാണ് ഉമ്മൻചാണ്ടി കണ്ണൂരിൽ പ്രാവർത്തികമാക്കിയത്. പയ്യാമ്പലത്തെ പാർക്കിന്റെ നവീകരണവും അനുബന്ധ പ്രവർത്തനങ്ങളും നടപ്പാക്കിയത് ഉമ്മൻചാണ്ടിയുടെ മുൻകൈയിൽ തന്നെയായിരുന്നു. ആ വിധത്തിൽ മുൻ മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ച പാർക്കാണ് നവീകരിച്ച ശേഷം ടൂറിസം മന്ത്രിയുടെ നേട്ടമായി മാറ്റാൻ ഇപ്പോൾ നീക്കം നടന്നത്. CPMന്റെ നിയന്ത്രണത്തിലുള്ള ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലാണ് അതിനുള്ള ചരടുവലികൾ നടത്തിയത്. എന്നാൽ ഈ വിഷയത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും ശിലാഫലകങ്ങൾ ഓടയിൽ തള്ളുന്ന നിലപാട് LDFന് ഇല്ലെന്നുമാണ് ഇത് സംബന്ധിച്ച് മന്ത്രി PA മുഹമ്മദ് റിയാസ് നൽകിയ പ്രതികരണം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷിക ദിനത്തിലാണ് അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്ന വിധത്തിലുള്ള അത്യന്തം ഹീനമായ ഈ സംഭവ വികാസവും അരങ്ങേറിയത്. 2 ഫലകങ്ങൾ വെക്കാൻ സ്ഥലമില്ലാത്തതിനാലാണ് ഒരു ഫലകം മാത്രം വെച്ചതെന്ന വിധത്തിൽ കൈകഴുകി മാറാനുള്ള ശ്രമമാണ് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ഭാരവാഹികൾ നടത്തുന്നത്. ഈ സാഹചര്യത്തിലാണ് പഴയ ഫലകം പുനഃസ്ഥാപിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്ത് വന്നത്. ഇടത് സർക്കാരിനെതിരായ മറ്റൊരു കനത്ത ആഘാതമായി ഈ വിധം സംഭവ വികാസങ്ങൾ ഇതിനോടകം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഉമ്മൻചാണ്ടിക്കെതിരെ നടന്ന ഈ അനാദരവിനെ സർക്കാരിനെതിരായ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാനുള്ള നീക്കത്തിലാണ് UDF കേന്ദ്രങ്ങൾ.